DGP അദ്ദേഹത്തിന് ഔദ്യോഗിക വാഹനം മാറ്റിവെച്ച് വേറൊരു വണ്ടിയിൽ കയറി തലയിൽ മുണ്ടിട്ട് ദത്താത്രേയ ഹോസാബിലെയും രാമാധവനും ഒക്കെ പോയി കണ്ടതിൽ ADGP മാറ്റണം എന്ന് നിങ്ങൾ ആവശ്യപ്പെടില്ല, നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ കഴിയുന്നത് അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു വിജിലൻസ് അന്വേഷണ ശുപാർശയുണ്ട്, അത് DGP കൊടുത്തതാണ്. ഏത് DGP? ഈ പറഞ്ഞ PV അൻവറിന്റെ എല്ലാ പരാതികളും അന്വേഷിക്കുന്ന DGP തന്നെ പറയുന്നു ഈ സാമ്പത്തിക ആരോപണങ്ങൾ വിജിലൻസ് അന്വേഷിക്കട്ടെ, ആ ശുപാർശയിൽ തീരുമാനമില്ല. ശ്രീ സുരേഷ്, ഇവിടെ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ജസ്റ്റ് ഒരു കീറക്കടലാസിൽ പരാതി എഴുതി കൊടുത്താൽ QVO PEO എന്നൊക്കെ പറഞ്ഞ സാങ്കേതികതയിൽ കോടതിയിലേക്ക് എത്താവുന്ന അന്വേഷണം നയിക്കുന്ന സർക്കാർ അക്കാര്യത്തിൽ മിണ്ടാട്ടമില്ല, മൗനമാണ്. അതിലെങ്കിൽ പോലും നിങ്ങൾക്ക് പരാതി ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ശ്രീ സുരേഷ്? നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളാണ് അജിത് കുമാർ എന്നതുകൊണ്ടാണോ? ശ്രീ ഹാഷ്മി, ശ്രീ MR അജിത്ത് ശ്രീ പിണറായി വിജയന്റെ വേണ്ടപ്പെട്ട ആളാണ് എന്നുള്ളതാണ് ഇതുവരെയുള്ള അറിവ്. പിന്നെ പിണറായി വിജയന്റെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ അദ്ദേഹം നേരിട്ട് പേഴ്സണൽ സ്റ്റാഫിലോ അല്ലെങ്കിൽ സ്വന്തക്കാരായിട്ടോ നിയമിക്കപ്പെടുന്നവർക്കെല്ലാവർക്കും ഉണ്ടാകുന്ന അധോഗതി എന്താണ് എന്ന് കേരളത്തിന് കഴിഞ്ഞ 7-8 വർഷമായിട്ട് ബോധ്യമുള്ള കാര്യമാണ്. കാരണം ഏതൊരു കേസിലും പെടാതെ UAE കൗൺസിലേറ്റിലിരുന്ന സ്വപ്ന സുരേഷ് ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ വന്നതിന് ശേഷം 22 കള്ളക്കടത്ത് നടത്തി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ കള്ളക്കടത്ത് മുഴുവൻ പിണറായി വിജയന്റെ ഓഫീസിൽ അവർ എത്തിയതിന് ശേഷം മാത്രമാണ് നടന്നത്. സ്വപ്ന സുരേഷിനെ പോലെയുള്ള ഒരു വനിതയെപ്പോലും കള്ളക്കടത്തുകാരിയാക്കിയ ഓഫീസാണ് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ്. അതുപോലെ തന്നെയാണ് M ശിവശങ്കരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും കള്ളക്കടത്ത് കേസിലും അതുപോലെ ബന്ധപ്പെട്ട കേസുകളിൽ 100 ദിവസത്തിലേറെ ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് എന്നുള്ള വസ്തുതയും നമുക്ക് വിസ്മരിക്കാവതല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി അതീവ ഗുരുതരമായ സ്ത്രീത്വത്തിനെതിരായിട്ടുള്ള പെരുമാറ്റത്തിലൂടെ കുപ്രസിദ്ധനായിട്ടുള്ള വ്യക്തിയെ ഇന്ന് പിണറായി വിജയൻ കൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ഇരുത്തിയിരിക്കുന്നത് തന്നെ എങ്ങനെയുള്ളവരാണ് ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനെന്ന് പിണറായി വിജയൻ നിശ്ചയിക്കുന്നു എന്നതിൻ്റെ ഒരു മാനദണ്ഡമാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് PV അൻവറുടെ ആരോപണം സ്വാഭാവികമായിട്ടും ശരിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ MR അജിത്തിനെതിരായിട്ട് വന്നിരിക്കുന്ന ആരോപണങ്ങളും ഈ P ശശിക്കും MR അജിത്തിനുമെതിരെ പൊതുവെ വന്നിരിക്കുന്ന ആരോപണങ്ങൾ അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. അതിൽ സ്വർണ്ണ തട്ടിപ്പുണ്ട്, സ്വർണം വെട്ടിപ്പുണ്ട്, സ്വർണം പൊട്ടിപ്പുണ്ട്, മന്ത്രിമാരുടെ ഫോൺ ചോർത്തലുണ്ട്. CPIയുടെ പാവപ്പെട്ട എല്ലാ മന്ത്രിമാരുടെയും ഫോൺ ചോർത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിവ്. അതുകൊണ്ട് CPIയുടെ നേതാവ് ഇന്ന് പ്രതികരിച്ചത് മാത്രമല്ല, CPIയുടെ സർവ്വരഹസ്യങ്ങൾ CPM സാക്ഷാൽ മുഖ്യമന്ത്രിയുടെ ഫോൺ ചോർത്തുന്നു എന്നാ പറയുന്നത്. പിന്നെയാണോ CPI മന്ത്രി? അതുപോലെ തന്നെ മാഫി എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ട് ആ ADGPക്കെതിരെ ഒരു അന്വേഷണമില്ല, ഇതിനെ സംബന്ധിച്ച് വിശദമായ അന്വേഷണമില്ല, കേന്ദ്ര ഏജൻസികളെ അന്വേഷണം ഏൽപ്പിക്കുന്നില്ല എന്നത് രാഷ്ട്രത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ച് പോലും അതിഭീകരമായിട്ടുള്ള പ്രശ്നമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ഇത് ഒരു ADGPയോ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിക്കോ അപ്പുറത്ത് സാക്ഷാൽ കേരളത്തിന്റെ പൊളിറ്റിക്കൽ ഹെഡായിട്ടുള്ള മുഖ്യമന്ത്രി തന്നെയാണ് ഇതിനൊക്കെ ഉത്തരവാദി എന്നുള്ളതിലേക്ക് നമ്മളെല്ലാവരും എത്തുകയാണ്. അതുകൊണ്ട് ഈ മുഖ്യമന്ത്രിയിൽ നിന്ന് നീതി, ന്യായം, ഇതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണം പ്രതീക്ഷിക്കുന്നത് അങ്ങേയറ്റം അബദ്ധമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് BJP ചെയ്യേണ്ടത് എന്താണ്? അതുകൊണ്ട് BJP ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് പോകണം. അധികാരം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് BJP ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ കേന്ദ്രത്തിൽ ഭരിക്കുന്ന ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് പോകണം. അമിത്ഷായോട് പറയണം, അവിടെ ഒരു അജിത് കുമാർ ഇത്തരത്തിൽ സ്വർണ്ണ കള്ളക്കച്ചവടം നടത്തി കോടികൾ സമ്പാദിക്കുന്നു, അവിടെ ഒരു അജിത് കുമാർ ഇത്തരത്തിൽ അധോലോക നായകനെ പോലെ പെരുമാറുന്നു, ദാവൂദ് ഇബ്രാഹിം മോഡൽ വളരുന്നു, അവിടുത്തെ ഒരു ഭരണപക്ഷ MLA പറയുന്നു പ്രിയപ്പെട്ട അമിത്ഷാ. അതുകൊണ്ട് സർക്കാർ അങ്ങോട്ട് അന്വേഷണം തന്നില്ലെങ്കിൽ കാര്യം ഇയാൾ IPS ഉദ്യോഗസ്ഥനാണ്, കേന്ദ്രത്തിൽ IPS ഉദ്യോഗസ്ഥനായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലേ? സുരേഷ്, നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ ആ വഴിക്ക്? ചുമ്മാ പറയുന്നതല്ലാതെ. അല്ല, ഞാൻ മനസ്സിലാക്കുന്ന നിയമം കേരള കേഡറിലുള്ള ഒരു IPS ഉദ്യോഗസ്ഥനെതിരെ കേന്ദ്രത്തിന് നേരിട്ട് ഒരു അന്വേഷണവും നടത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന നിയമം. അത് സംസ്ഥാനത്തുനിന്ന് അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുകയും അതിനുവേണ്ടി സസ്പെൻഡ് ചെയ്ത് നിർത്തുകയും ഒക്കെ ചെയ്ത് കേന്ദ്രത്തിന് അന്വേഷണം അതിന്റെ തുടർന്ന് മാത്രമേ കേന്ദ്രത്തിന് അന്വേഷിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് നിയമപരമായി. അതായത് അധോലോകത്തെ പോലെ എന്ന് പറഞ്ഞാൽ ഒരു അധോലോക നായകനെ പോലെ വാഴുന്ന എന്ന് പറഞ്ഞാൽ PV അൻവർ പറഞ്ഞ ആരോപണം നോക്കൂ, അത് അന്വേഷിച്ച് തെളിയിക്കേണ്ടതാണ്. ദുബായിൽ ഒരു മലയാളി കടത്താൻ വേണ്ടി സ്വർണം വാങ്ങിയാൽ അപ്പോൾ തന്നെ ടീം അജിത് കുമാറിന് അതിന്റെ വിവരങ്ങൾ കിട്ടുന്നു, അതിങ്ങോട്ടേക്ക് വരുന്നു, പൊട്ടിക്കുന്നു, അതിന്റെ വിഹിതം കൈമാറുന്നു, അങ്ങനെ രമ്യഹർമ്മങ്ങൾ നിർമ്മിക്കുന്നു, കോടികൾ തടുത്തു കൂട്ടുന്നു എന്നൊക്കെ പറയുന്ന അധമ പണിയാണ്.
കേന്ദ്രം ഇതൊക്കെ അറിഞ്ഞാലും കേന്ദ്രത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ അജിത് കുമാർ ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ പ്രിയങ്കരനാണ്, പ്രിയപുത്രനാണ്, ഒന്നും ചെയ്യില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ കേന്ദ്രം നിസ്സഹായമാണ് എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? ദൗർഭാഗ്യവശാൽ നമ്മുടെ ഭരണഘടനയിൽ ഫെഡറലിസത്തിനെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് സബ്ജക്റ്റിനെ സംബന്ധിച്ചും സെൻട്രൽ സബ്ജക്റ്റിനെ സംബന്ധിച്ചും സ്റ്റേറ്റിനും സെൻട്രലിനുമുള്ള സബ്ജക്റ്റുകളെ സംബന്ധിച്ചും വ്യക്തമായിട്ടുള്ള ചില നിർദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ട് ആഭ്യന്തരവും അതോടൊപ്പം തന്നെ ഇവിടുത്തെ പേഴ്സണൽ വകുപ്പ് മുഴുവൻ മുഖ്യമന്ത്രിയുടെ കീഴിലാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കീഴിലാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇനി എന്തെങ്കിലും ഇടപെട്ടാൽ തന്നെ അങ്ങയെപ്പോലെയുള്ള ചാനൽ ചർച്ചകളിലും അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിൽ ഫെഡറലിസം, കേരളത്തിന്റെ ഫെഡറലിസത്തിന് നേരെയുള്ള ആക്രമണം എന്ന നിലയിലുള്ള തലക്കെട്ടുകളും ചർച്ചകളും വരുമെന്നുള്ള കാര്യം അങ്ങേക്കും അറിയാം, എനിക്കും അറിയാം. മാത്രമല്ല ശ്രീ ജ്യോതികുമാർ ചാമക്കാലയുടെ രാഹുൽ ഗാന്ധി പിണറായി വിജയന്റെ സ്നേഹിക്കുന്ന ബിജെപി ഫെഡറലിസ്റ്റിന്റെ ബിജെപി എന്ന തലക്കെട്ട് വരും എന്നുള്ളതുകൊണ്ട് കേന്ദ്രത്തിലേക്ക് ഈ പറയുന്ന ആൾക്കെതിരെ എന്ന് പറഞ്ഞാൽ ഇവിടെ കേരളത്തിലൊന്നും സംഭവിക്കാൻ നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടല്ലോ. കാര്യം ഇവിടെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ട ആളാണ് ഈ പറഞ്ഞ അജിത് കുമാർ. അപ്പൊ ബിജെപി ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാതെ മാധ്യമ വാർത്തകൾ പേടിച്ചു മിണ്ടാതിരിക്കുക, വിശ്വസിക്കണത് ഞങ്ങൾ അല്ലേ സുരേഷ്? തീർന്നില്ല. അല്ലല്ല ശ്രീ നിക്ക് ഹാഷ്മി, ഞാൻ പൂർത്തിയാക്കിക്കോട്ടെ. അത് മാത്രമല്ല സംഭവിക്കുക, ഈ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും എ റഹീമും ഡിവൈഎഫ്ഐക്കാരും CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ചേർന്ന് ഡൽഹിയിലും കേരളത്തിലും ഒരുമിച്ച് നരേന്ദ്രമോദി സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ കടന്നു കയറുന്നു എന്നും അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറഞ്ഞ് മുമ്പ് നടത്തിയത് ഇവരുള്ള സമരങ്ങളും നാളെ നടത്തും. അതും ഈ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ ഇവിടെ വേണ്ടത് എന്നത് ഇവിടെ അതുകൊണ്ടാണ് BJP പറയുന്നത് ധാർമ്മികമായി ഒരു നിമിഷം പോലും അധികാരത്തിൽ ഇരിക്കാൻ പറ്റില്ല. സുരേഷ്, താങ്കൾ തന്നെ പറഞ്ഞ ഇത്രത്തോളം ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് സംശയിക്കുന്ന ഒരു ADGP BJP-യുടെ മാതൃസംഘടനയായ RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ പോയി കണ്ടത് എന്തിനാണ് എന്ന് പുറത്തു പറയൂ. RSS എന്തെങ്കിലും പറയാനുള്ള ബാധ്യത BJP-ക്ക് ഉണ്ടോ ശ്രീ സുരേഷ്? RSS അജിത് കുമാർ തമ്മിലുള്ള സ്നേഹബാന്ധവം എന്താണ് എന്നതിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചോ സുരേഷ്? ഹാഷ്മി RSSന്റെ പൂജനീയ സർസംഘചാലകിനെയും സർക്കാരി വാഹിനിയും ഒക്കെ ഈ രാജ്യത്ത് ADGP-മാരല്ല DGP-മാരും ക്യാബിനറ്റ് സെക്രട്ടറിമാരും നമ്മുടെ IAS-കാരായിട്ടുള്ള സെക്രട്ടറിമാരും ഈ രാജ്യത്തുള്ള പരമപ്രധാന ചുമതലകൾ വഹിക്കുന്ന ആൾക്കാർ നിരന്തരം പോയി കാണാറുണ്ട്. അവർ പല കാര്യങ്ങളും കാണുന്നുണ്ട്. അവർ ആരെ എന്തിനു കാണുന്നു എന്നതിനെ സംബന്ധിച്ച് RSS പറയേണ്ടത് മാത്രം പറയും, പറയേണ്ട ആവശ്യങ്ങളില്ലാത്തത് പറയാറുമില്ല. പോയിന്റ് നമ്പർ 1. രണ്ടാമത് IAS IPS ഉദ്യോഗസ്ഥർ മാത്രമല്ല, ഇവിടെ കേരളത്തിലെ UDF-ന്റെ ഉന്നതതല സമിതിയിൽ ഇരിക്കുന്ന ആൾക്കാർ RSS-ന്റെ സർസംഘചാലക ഉൾപ്പെടെയുള്ള ആൾക്കാരെയും സർക്കാർ ഉൾപ്പെടെയുള്ള ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. CPM-ന്റെ ഉന്നത ശ്രേണിയിൽ ഇരിക്കുന്ന ആൾക്കാർ ഈ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് നടത്തുന്ന ആളെന്ന് ആരോപണം ഉണ്ടായിട്ടുണ്ടോ? കൊല്ലുന്ന ആളെന്ന് ആരോപണം ഉണ്ടായിട്ടുണ്ടോ? കൊല്ലിക്കുന്ന ആളെന്ന് ആരോപണം ഉണ്ടായിട്ടുണ്ടോ? സകല തിന്മകളും ചെയ്യുന്ന ഒരാളാണ് എന്ന ആരോപണം ഇവർക്കെതിരെ ഉണ്ടായിട്ടുണ്ടോ ശ്രീ സുരേഷ്? സകല തിന്മകളും ചെയ്യുന്ന ഒരാളെന്ന് ഭരണപക്ഷ MLA പറയുന്ന ഒരാൾ RSS-ന്റെ രണ്ടാമനെ പോയി മണിക്കൂറുകൾ സംസാരിക്കേണ്ട കാര്യം എന്താണ് എന്ന് സുരേഷ് പോലും തോന്നിയിട്ടില്ലേ? ഹാഷ്മി ഞാൻ അതിലേക്ക് ഡയറക്റ്റ് ഉത്തരം തരാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആദ്യം കോൺഗ്രസുകാർ പറയട്ടെ UDF-ന്റെ നേതാക്കന്മാർ എന്തിനാണ് RSS നേതാക്കന്മാരെ കണ്ടത്. ആദ്യം കണ്ട CPM നേതാക്കന്മാരോ അല്ലെങ്കിൽ MV ഗോവിന്ദനോ പറയട്ടെ എന്തിനാണ് CPM നേതാക്കന്മാർ RSS-കാരെ കണ്ടത്. അവർ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ട്, അല്ലെങ്കിൽ ADGP MR അജിത്തും പറയട്ടെ എന്തിനാണ് കണ്ടതെന്ന് പറയട്ടെ. ഇവർ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ RSS തീരുമാനിച്ചാൽ ചിലപ്പോൾ തിരുത്തി പറയുമായിരിക്കും. അല്ലാതെ RSS എന്തിനാ RSS-കാരെ വന്ന് കണ്ട ആൾക്കാരെ മുഴുവൻ പുറത്തറിയിച്ച് അവർ എന്തു പറഞ്ഞു എന്ന് ഞങ്ങൾ നിങ്ങളോട് പറയേണ്ട ആവശ്യം എന്താ? രണ്ടാമത് അങ്ങനെ കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളത് PN ഈശ്വരൻ പച്ചക്കള്ളം കേരളത്തോട് പറഞ്ഞ് എന്തിനാണ്? മൊത്തത്തിൽ ദുരൂഹതയാണ് സുരേഷ്. മൊത്തത്തിൽ ദുരൂഹതയാണ്. എന്തിനാണ് PN ഈശ്വരൻ പച്ചക്കള്ളം പറഞ്ഞ് കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല പറഞ്ഞ് എന്തിനാണ്? RSS സർക്കാരി വാഹ് കണ്ടോ കണ്ടില്ലയോ എന്ന് പറയാൻ ഞാൻ ആളല്ല. പോയിന്റ് നമ്പർ 1. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, RSS ഇത് കണ്ടെങ്കിൽ ആ കണ്ടത് PV അൻവർ ഇതൊക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ശേഷമല്ല, അതിനു മുമ്പായിരിക്കാം. 2. ഇനി മറ്റൊന്ന്,
PV അൻവർ ഒരു പരിശുദ്ധ പശുവാണ് എന്ന് പറയാൻ പറ്റുന്ന മൂഢസ്വർഗത്തിലുമൊന്നും താങ്കളെ പോലെയോ ഇവിടെ ഇരിക്കുന്ന മറ്റുള്ളവരെ പോലെയോ എത്തപ്പെട്ട ആളല്ല ഞാൻ. PV അൻവറിന്റെ ട്രാക്ക് റെക്കോർഡൊക്കെ ഈ കേരളത്തിൽ വളരെ സുപരിചിതമാണ്. അതുകൊണ്ട് ഇത് ഒരുമാതിരി എന്താ പറയുക, ഈ കുടിപ്പകയാണോ, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിപ്പ് വെട്ടിപ്പ് സ്വർണ്ണക്കടത്ത് അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള കടത്തുകൾ നടത്തുന്ന ആൾക്കാരുടെ കുടിപ്പകയാണോ എന്നുള്ളതുമൊക്കെ അന്വേഷണത്തിൽ വ്യക്തമാകേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ പറയുന്നത് ഇത് കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം. ഞങ്ങൾ പറയുന്നത് ഇത് കേന്ദ്ര ഏജൻസിയെ അന്വേഷിപ്പിക്കാൻ ഏൽപ്പിക്കണം. പിണറായി വിജയൻ ഒരു നിമിഷം പോലും ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. രണ്ടുമാണ് BJP-യുടെ നിലപാട്. അല്ലെ സുരേഷ്, ഈ അജിത് കുമാർ ADGP സ്ഥാനം ഒഴിയണം എന്ന് BJP-ക്ക് നിലപാടുണ്ടോ? അത് സ്വാഭാവികമായിട്ട് ഒഴിയേണ്ടതല്ലേ? ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടാൽ സ്വാഭാവികമായിട്ട് ഒഴിയേണ്ടതല്ലേ? പറഞ്ഞു വിടാനുള്ള തന്റെ ഇടം കേരളത്തിന്റെ ഹെഡിനില്ലാത്തതല്ലേ ഈ കേരളത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം? അതെ, അത് തന്നെയാണ്. ആരുടെ കുറ്റമല്ല. ബലദേവ് സച്ചിദാനന്ദൻ ഇവിടെ പ്രകാശ് ബാബു ചോദിക്കാം, CPM-നോ മുഖ്യമന്ത്രിക്കോ ഇല്ല. അതാണല്ലോ വിഷയം.